Hi students, welcome to today's chemistry class, Hydrocarbons. Hydrocarbons, part 1 ആണ്. എന്തായിരിക്കും ഹൈഡ്രോകാർബൺ? ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും അടങ്ങിയ കോമ്പൗണ്ടിനെയാണ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. What are hydrocarbons? Hydrocarbons are the compounds containing carbon and hydrogen only. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഹൈഡ്രോകാർബൺ. നമുക്ക് ഹൈഡ്രോകാർബണിനെ എക്സാമ്പിൾ നമുക്ക് തുടങ്ങാം. മീഥെയിൻ. മീഥെയിൻ എന്ന് പറഞ്ഞാൽ കാർബണിൽ നിന്ന് 4 ഹൈഡ്രജൻ. ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമുള്ളൂ അല്ലേ. അടുത്താണ് ഈഥെയിൻ, 2 കാർബൺ, അതിന് ചുറ്റും ഹൈഡ്രജൻ. ഈ കാർബൺ ഒരു പ്രത്യേകതയുണ്ട്, കാർബണ് 4 ബോണ്ടാണുള്ളതെന്ന് ഓർക്കുക, 4 വാലൻസി. ആ 4 വാലൻസിക്കകത്ത് ഹൈഡ്രജൻ വന്ന് നിൽക്കുന്നതാണ് മീഥെയിൻ. ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഇതെല്ലാം ഹൈഡ്രോകാർബണിൻ്റെ എക്സാമ്പിളാണ്. ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ഹൈഡ്രോകാർബൺസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ അല്ലേ. മണ്ണെണ്ണ, കെറോസിൻ ഈസ് എ കമ്പസ്റ്റബിൾ ഹൈഡ്രോകാർബൺ ലിക്വിഡ് ആണ്. widely used as fuel in industry and in households. Kerosene is widely used to power jet engines of aircraft and some rocket engines, but is also commonly used as cooking and lighting fuel and for fire toys such as foil in parts of Asia where the price of kerosene is subsidized. It fuels outboard motors on small fishing boats. കെറസിൻ എന്ന് പറയുന്നത്, മണ്ണെണ്ണ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോകാർബൺ ലിക്വിഡാണ്. ഹൈഡ്രോകാർബൺ ലിക്വിഡ് നമ്മുടെ പലതരത്തിലുള്ള ഇന്ധനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കെറസിൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത ഹൈഡ്രോകാർബൺ ആണ് LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഹൈഡ്രോകാർബൺ ആണ്. നമ്മുടെ വീടുകളിൽ ഒരു ദിവസം ഗ്യാസ് തീർന്നു പോയാൽ ഉണ്ടാകുന്ന പുകിലെന്താ അല്ലേ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് LPGക്കകത്തെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നോർമൽ ബ്യൂട്ടെയിൻ, ഐസോബ്യൂട്ടെയിൻ, പ്രൊപ്പെയിൻ. അതിൻ്റെ പെർസെൻറ്റേജ് ആണ്. നോർമൽ ബ്യൂട്ടെയിൻ 38.5, ഐസോബ്യൂട്ടെയിൻ 37, പ്രൊപ്പെയിൻ 24.5. ഈ നോർമൽ ബ്യൂട്ടെയിൻ, ഐസോബ്യൂട്ടെയിൻ, പ്രൊപ്പെയിൻ ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. LPGയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ഓർത്തോണം, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അതുപോലെ അടുത്ത ഹൈഡ്രോകാർബൺ ആണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഷോർട്ട് ഫോം ആണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇസ് എ ഫ്യൂവൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഗ്യാസോലിൻ, ഡീസൽ ഫ്യൂവൽ. ഡീസലിനൊക്കെ പകരമായിട്ട് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ് ഹൈഡ്രോകാർബൺ? മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ. ഇത്രയും ഹൈഡ്രോകാർബൺസ് അവിടെ അടങ്ങിയിട്ടുണ്ട്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഡീസലിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് CNG. ഇനി ഹൈഡ്രോകാർബണിൻ്റെ ഉപയോഗങ്ങൾ, പോളിമേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, അതുപോലെ എണ്ണകൾ, അതെല്ലാം ഹൈഡ്രോകാർബൺസ് ആണ്. ഈ ഗ്യാസ്, മീഥെയിൻ ഈസ് എ ഗ്യാസ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണ് മീഥെയിൻ. മീഥെയിൻ എന്ന ഗ്യാസ് ആണ്. ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. Methane is the simplest hydrocarbon consisting of 1 carbon atom and 4 hydrogen atom. ഏറ്റവും ചെറിയ ആൽക്കൈൻ, കാർബൺ, 4 ഹൈഡ്രജൻ. മീഥെയിൻ ഇസ് എ പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ്. നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് മീഥെയിൻ. പവർഫുൾ ആയിട്ടുള്ളതാണ്. മീഥെയിൻ ഇസ് എ ഫ്ലെയിമബിൾ ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ വേൾഡ് വൈഡ്. നമുക്കിവിടെ ഫ്ലെയിമബിൾ ആണ് മീഥെയിൻ. ഇതെല്ലാം ഹൈഡ്രോകാർബൺസ് ആണ്. ഹൈഡ്രോകാർബണിൻ്റെ ഉപയോഗം ഇപ്പം നമ്മൾ കണ്ടു, ഫ്യൂവൽസ്, പാരഫിൻസ്, അതുപോലെ പ്ലാസ്റ്റിക് ആയിട്ട്, നാച്ചുറൽ പ്ലാന്റ് വാക്സസ് ആയിട്ട്, വാക്സ് നിർമ്മാണത്തിനെല്ലാം ഹൈഡ്രോകാർബൺ ഉപയോഗിക്കുന്നു. അതുപോലെ ഹൈഡ്രോകാർബൺ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഡ്രഗ്സ്, മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. Where do hydrocarbon come from? Natural gas, 90 to 95% methane, 5 to 10% ethane, and a mixture of other relatively low boiling alkanes, chiefly propane, butane, and 2-methyl propane. അടുത്ത സോഴ്സ് ആണ് പെട്രോളിയം, a thick viscous liquid mixture of thousands of compounds.
Most of them hydrocarbon formed from the decomposed of marine plants and animals. ഇപ്പോൾ നമ്മൾ ഹൈഡ്രോകാർബണിൻ്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ കണ്ടു. ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. കാരണം അത് ഹൈഡ്രോകാർബൺ കത്തുമ്പോൾ നല്ല എനർജിയാണ് പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോകാർബൺ നമുക്ക് മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആൽക്കെയിൻ. ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല CN2H2n+2 ആണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എക്സാമ്പിൾ ആണ് ആൽക്കീനും ആൽക്കൈനും. ആൽക്കീനും ആൽക്കൈനും. ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ് CnH2n. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ CnH2n-2. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണും എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഇവിടെ ആൽക്കീനും ആൽക്കൈനും ഹൈഡ്രോകാർബൺസ് ആണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് ആൽക്കൈൻ, അൺസാച്ചുറേറ്റഡ് ആണ് ആൽക്കീൻ. ഇവിടെ ഒരു പുതിയൊരു കൺസെപ്റ്റ് വരുന്നു, ഹോമോലോഗസ് സീരീസ്. ആൽക്കൈൻസ് ഹോമോലോഗസ് സീരീസ് ആണെന്ന് പറയും. എന്തായിരിക്കും? There are millions of different organic compounds and chemists have devised a method of classifying them into families with a similar formula and properties. നമ്മൾ ആൽക്കൈൻ ഒരു ഫാമിലിയാന്ന് പറയും, അതുപോലെ ആൽക്കീൻ വേറൊരു ഫാമിലിയാന്ന് പറയും, ആൽക്കൈൻസ് ഉണ്ട്. അതെല്ലാം ഓരോ ഫാമിലിയാന്ന് പറയും, ഒരു കുടുംബം. എന്തായിരിക്കും ആ കുടുംബത്തിന്റെ പ്രത്യേകത? ഈച്ച് ഫാമിലി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കോൾഡ് എ ഹോമോലോഗസ് സീരീസ്. ആൽക്കൈൻ ഒരു ഹോമോലോഗസ് സീരീസ് ആണെന്ന് പറയും. എ ഹോമോലോഗസ് സീരീസ് ഇസ് എ ഫാമിലി ഓഫ് കോമ്പൗണ്ട് വിത്ത് സെയിം ജനറൽ ഫോർമുല. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല ആണ് CnH2n+2. എല്ലാത്തിനും ഒരുപോലെ എല്ലാ ആൽക്കൈൻസും സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൻഡ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് ആൽക്കൈൻ ഒരു പ്രത്യേക തരത്തിലുള്ള സീരീസ് ആണ്. ഇപ്പം നമ്മൾ ആൽക്കൈൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സീരീസ്. അടുത്താണ് ആൽക്കീൻസ് വേറൊരു ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കോൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഫംഗ്ഷൻ ഗ്രൂപ്പ് OH, അതുപോലെ കാർബോക്സിലിക് ആസിഡ് COOH അടങ്ങിയതാണ്. അങ്ങനെ പലതരത്തിലുള്ള ഹോമോലോഗസ് സീരീസ് ആണ്. അല്ലെങ്കിൽ ഓരോ ഫാമിലി ആയിട്ട് ആൽക്കീൻസ് ഒക്കെ മാറിയിരിക്കുന്നു. Organic compounds in the same homologous series have similar chemical properties due to the same functional group. Same homologous seriesന് same chemical property. ഇപ്പോൾ ആൽക്കൈൻസിനാണെങ്കിൽ similar chemical properties due to the same function group. Each member of series differ from the next by a CH2 unit. ആൽക്കൈൻസിനകത്ത് ഏറ്റവും ചെറിയ ആളാണ് മീഥേൻ, രണ്ടാമത്തെ ആളാണ് ഈഥേൻ. ഇവ മീഥേനും തമ്മിലുള്ള വ്യത്യാസം ഒരു CH2 യൂണിറ്റ് ആണ്. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല CnH2n+2, ആൽക്കീൻ CnH2n, ആൽക്കൈൻ CnH2n-2. ഇത് നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ജനറൽ ഫോർമുല ആൽക്കൈൻസ്. ഇനി നമുക്ക് ആൽക്കൈൻസിലോട്ടൊന്ന് കിടക്കാം. CnH2n+2 ആൽക്കൈൻസ്. ഇവിടെ ഹോമോലോഗസ് സീരീസ് ആണ് നമ്മൾ ഈ കാണുന്നത്. മീഥൈൻ CH4. അടുത്ത CH4ന്റെ കണ്ടൻസ്ഡ്, ഇത് മോളിക്കുലാർ ഫോർമുല ആണ്. CH4 കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഫോർമുല ആണ്. കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഫോർമുല അത് കോവാലന്റ് ബോണ്ട് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല, അത് ആറ്റങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നേ ഉള്ളൂ. ഈഥൈൻ C2H6. ആ ഈഥൈനെ നമ്മൾ കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഫോർമുല CH3 എന്ന് എഴുതി. ഇവിടെ മോളിക്കുലാർ ഫോർമുല ആണ് C2H6. CH4ഉം C2H6ഉം തമ്മിൽ എന്താണ് വ്യത്യാസം? CH2 യൂണിറ്റ് ആണ് വ്യത്യാസം. CH4നകത്ത് C2H6നകത്ത് C2നകത്ത് ഒരു കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? CH2 യൂണിറ്റ് തമ്മിൽ വ്യത്യാസമാണ് മീഥൈനും. അടുത്താണ് പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നൊണൈൻ, ഡെക്കെയിൻ. ഈ 10 വരെയുള്ള ഫോർമുല നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം ആൽക്കൈൻസിൻ്റെ. ഏതൊക്കെയാണ് നമുക്കൊന്നും കൂടെ നോക്കാം. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ. എന്താണ് പെൻറ്റെയിൻ? കാർബൺ 5 ഉള്ളതാണ് പെൻറ്റെയിൻ അല്ലേ. കാർബൺ 6 ആണെങ്കിൽ ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നൊണൈൻ, ഡെക്കെയിൻ. ഓർത്തിരിക്കുക, 10 കാർബൺ ഉള്ളതിനാണ് ഡെക്കെയിൻ എന്ന് പറയുന്നത്. ഡെക്കെയിൻ 9 കാർബണാണ്. നൊണൈൻ 8 ആണെങ്കിൽ ഒക്ടെയിൻ വരെ നമുക്ക് സാധാരണ രീതിയിൽ അറിയാം. അത് കഴിഞ്ഞ് 9ാമത്തെ വരെയാണ് നൊണൈൻ. ഓർക്ക, നൊണൈൻ. ലാസ്റ്റത്തെയാണ് ഡെക്കെയിൻ. 10 കാർബൺ ഉള്ളതാണ് ഡെക്കെയിൻ. ഇത്രയും 10 എണ്ണം ബൈഹാർട്ട് ആക്കിയിരിക്കണം. ഈ ആൽക്കൈൻസിന് വേറൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? അതാണ് പാരഫിൻസ്. എന്തുകൊണ്ടായിരിക്കും പാരഫിൻസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ ഹാവ് എ ലിറ്റിൽ അഫിനിറ്റി ടുവേഴ്സ് എ ജനറൽ റിയേജന്റ്
വളരെ ചെറിയ രീതിയിൽ ഇത് റിയാക്ട് ചെയ്യുന്നുള്ള ആൽക്കൈൻസ്. അതുകൊണ്ടാണ് അതിനെ പാരഫിൻസ് എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ആൽക്കൈൻസ് ആർ ഇനേർട്ട് സബ്സ്റ്റൻസ്. They undergo reaction under drastic condition. Alkanes are a homologous series of saturated hydrocarbon that contain only carbon-carbon single covalent bond. അതുകൊണ്ടാണ് ആൽക്കൈൻസിനെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിനകത്ത് എല്ലാം സിംഗിൾ ബോണ്ട് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. In an alkane molecule, all the outer electrons of each carbon are used in forming single covalent bond with the 4 other atoms. Hence, alkanes are said to be saturated. Alkanes have the general formula CnH2n plus 2. CnH2n plus 2. ഓർത്തിരിക്കുക ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല. ഇനി ഈ ആൽക്കൈൻസ് are saturated hydrocarbons containing only carbon-carbon single bond. They are also called paraffins. At high temperature and pressure, do undergo some reaction. The alkane may be divided as open chain and cycloalkanes. ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ അസൈക്ലിക് ആൽക്കൈൻസ് എന്നും വിളിക്കും. ഓപ്പൺ ചെയിനെ ഫോർ എക്സാമ്പിൾ മീതെയിൻ, ഈതെയിൻ ഒക്കെ എന്താണ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ആണ്, ഹൈഡ്രോകാർബൺ ആയിട്ടുള്ള ആൽക്കൈൻ ആണ്. അതുപോലെ സൈക്ലോ ആൽക്കൈൻസ് ഓർ സൈക്ലിക് ആൽക്കൈൻസ്, അത് നമുക്കിവിടെ കാണാം. ഇതൊരു സൈക്ലോ ആൽക്കൈനാണ്, തുടങ്ങി അവിടെ തന്നെ ഒടുങ്ങുന്നു അല്ലേ. അത് സൈക്ലിക് സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ സൈക്ലിക് ആൽക്കൈൻസിനെയാണ് സൈക്ലോ ആൽക്കൈൻസ് എന്ന് പറയുന്നു. ഓപ്പൺ ചെയിൻ ആൽക്കൈൻസിനെയാണ് അസൈക്ലിക് ആൽക്കൈൻസ്. നമുക്കിവിടെ അസൈക്ലിക് ആൽക്കൈൻസ് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ എക്സാമ്പിൾ കാണാം. മീതെയിൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ സിമ്പിൾ ആൽക്കൈൻസ് വിത്തൗട്ട് എനി ക്ലോസ് ചെയിൻ ആൻഡ് ഹാവ് ജനറൽ ഫോർമുല CnH2n plus 2, where n is the number of carbon atoms. CnH2n plus 2. Cn എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അന്നേരം ഇവിടെ C1 ആണ്. H2 ഇൻറ്റു എത്രയായിരിക്കും 1 plus 2, അന്നേരം CH4. ഏറ്റവും ചെറിയ ഹൈഡ്രോകാർബൺ ആണ് മീതെയിൻ വന്നിരിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മീതെയിൻ CH4 ഇതൊരു അസൈക്ലിക് ആൽക്കൈൻ ആണ്. അസൈക്ലിക് ആൽക്കൈൻ, കാർബണിൽ നിന്ന് 4 ബോണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാണ്? സൈക്ലോ ആൽക്കൈൻസ് ഓർ സൈക്ലിക് ആൽക്കൈൻ. ഇവിടെ സൈക്ലോപ്രോപ്പൈന്, സൈക്ലോബ്യൂട്ടൈന്, ദീസ് കണ്ടെയ്ൻ എ ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് ഇൻ ദെയർ മോളിക്യൂൾ. ദേ ഹാവ് ദി ജനറൽ ഫോർമുല CnH2n എന്നുള്ള ആ ഫോർമുല വരുന്നു. ഇവിടെ നമുക്ക് കാണാം സൈക്ലോപ്രോപ്പൈൻ. 3 കാർബൺ ഉണ്ട് അല്ലേ. 3 കാർബൺ, എത്ര ഹൈഡ്രജൻ? 4, 6 ഹൈഡ്രജൻ. അന്നേരം നമുക്കിവിടെ C3H6 എന്ന് വന്നു അല്ലേ, C3H6. അതുപോലെ സൈക്ലോബ്യൂട്ടൈൻ 4 കാർബൺ ഉണ്ട്, ബാക്കി ഇവിടെ സൈക്ലിക് സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. അടുത്ത ആൽക്കൈൻ്റെ പ്രത്യേകതയാണ് ഇത് ഐസോമേഴ്സ് ഉണ്ടാകുന്നു. ഐസോമേഴ്സ് എന്തായിരിക്കും? ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൻസ് ഓഫ് ദി സെയിം ഫോർമുല ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. സച്ച് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ നോൺ ആസ് ഐസോമേഴ്സ്. ഇവിടെ ഐസോമർ നമുക്കറിയാം ബ്യൂട്ടൈൻ C4H10 എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ്റെ 2 ഐസോമറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ളതും പിന്നെ അടുത്തത് അതിൽ നിന്ന് ബ്രാഞ്ചിങ് വന്നിരിക്കുന്നതാണ്. C4H10 2 ഐസോമർ, 2 ഐസോമേഴ്സ് ഓഫ് C4H10 ആണ് ഐസോമർ. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, അറേഞ്ച്മെൻറ്റുകളാണ് ഐസോമർ. The hydrocarbon that contain only carbon-carbon single bond is called a saturated hydrocarbon. Saturated hydrocarbon എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഉള്ളതാണ് സാച്ചുറേറ്റഡ്. These include open chain hydrocarbon as well as closed chain hydrocarbons. ഐസോമേഴ്സ് എന്തായിരുന്നു? ഐസോമേഴ്സ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. നമുക്കിവിടെ കാണാം മോളിക്യൂൾസ് ആവ് ദ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഉള്ളതാണ് ഐസോമേഴ്സ്. ഇത് ആൽക്കൈൻ ആണ്, അതിൻ്റെ ഐസോമർ ആണിത്. കാരണം എന്താണ്? ഇവിടെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. ഇവിടെ ബ്രാഞ്ചിങ് വന്നു, 4 കാർബൺ ഉണ്ട്, ഇവിടെ 3 കാർബൺ വെച്ചിട്ട് 1 കാർബണെ ബ്രാഞ്ചിങ് ആയിട്ട് ഇവിടെ എഴുതി. അതാണ് ഐസോമർ. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്. നമുക്കിവിടെ ബ്യൂട്ടൈന് 2 ഐസോമർ ഉണ്ട്. ബ്യൂട്ടൈൻ എന്നാണ്? ബ്യൂട്ടൈൻ 4 കാർബൺ ഉള്ള ആൽക്കൈനെയാണ് ബ്യൂട്ടൈൻ എന്ന് വിളിക്കുന്നത്. There are 2 structural isomers of C4H10. One is straight chain molecule
One is straight chain molecule where all the carbon atoms are in single row. The other is branched. The molecule where 3 carbon atoms are in row and 1 carbon atom sticks out of the main chain. നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്യൂട്ടൈൻ. ഇനി ബ്രാഞ്ചഡ് ചെയിനകത്ത് ഒരു മീഥൈൽ ഗ്രൂപ്പാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 മീഥൈൽ പ്രൊപ്പൈൻ. എന്തുകൊണ്ടാണ് 2 എന്ന് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 മീഥൈൽ പ്രൊപ്പൈൻ. ബ്യൂട്ടൈനും 2 മീഥൈൽ പ്രൊപ്പൈനും ഐസോമേഴ്സ് ആണ്. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ്സ്. ഇതെങ്ങനെയാണ്? സ്ട്രക്ചറൽ ഐസോമറിസം കോസ്ഡ് ബൈ ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ സ്കെലിറ്റൻ, സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മോർ ബ്രാഞ്ചിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലോവർ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർത്തിരിക്കേണ്ടത്, മോർ ബ്രാഞ്ചിങ് വരുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. നമ്മൾ ചിലപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാം, ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് സംഭവിക്കുന്നു? ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. ഓക്കെ, ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. ഇതാണ് സ്ട്രക്ചറൽ ഐസോമറിസം, ചെയിൻ ഐസോമറിസം. കെമിക്കൽ isomers show similar chemical properties because the same function group is present. Same chemical properties such as density and boiling point show trends according to the degree of branching. വ്യത്യാസം കാണിക്കുന്നു. ബോയിലിംഗ് പോയിന്റ് ഇപ്പം നമ്മൾ പറഞ്ഞു, ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു എന്ന് പറഞ്ഞു. ബോയിലിംഗ് പോയിന്റ്, സ്ട്രെയിറ്റ് ചെയിൻ ഐസോമേഴ്സ് ഹാവ് ഹയർ വാല്യൂ ദാൻ ബ്രാഞ്ചഡ് വൺ. The greater the degree of branching, the lower the boiling point. Branching decreases. എന്തായിരിക്കും കാരണം? ബ്രാഞ്ചിങ് ഡിക്രീസസ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, ലെസ് എനർജി ഹാസ് ടു ബി പുട്ട് ഇൻ സെപ്പറേറ്റ് ദ മോളിക്യൂൾ. ബ്രാഞ്ചിങ് കൂടുമ്പോൾ അത് എന്തിനെ ഡിക്രീസ് ചെയ്യുന്നു? ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ ഡിക്രീസ് ചെയ്യുന്നു. അത് തന്മൂലം അത് ലെസ് എനർജി ഹാസ് ടു ബി പുട്ട് ഇൻ സെപ്പറേറ്റ് ടു ദ മോളിക്യൂൾ. അതുകൊണ്ടാണ് ലോ ബോയിലിംഗ് പോയിന്റ് വരുന്നത്. ലോ ബോയിലിംഗ് പോയിന്റ് എന്തുകൊണ്ടാണ് ബ്രാഞ്ചിങ് വരുമ്പോൾ വരുന്നത്? ബ്രാഞ്ചിങ് വരുമ്പോൾ അതിൻ്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതിൻ്റെ ഫലമായിട്ട് ലെസ് എനർജി മാത്രം മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് ബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺ ആണ്. ഇത് ബ്രാഞ്ചഡ് ബ്യൂട്ടൈൻ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. സ്ട്രെയിറ്റ് ചെയിനേക്കാളും ബ്രാഞ്ചഡ് ബ്യൂട്ടൈൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അതാണ് ഗ്രേറ്റർ ബ്രാഞ്ചിങ്, ലോവർ ബോയിലിംഗ് പോയിന്റ്. Isomerism in alkane start with the molecules with more than 3 carbon atoms. Methane, ethane and propane do not have isomers. ആൽക്കൈൻസിൻ്റെ 3 പേര് ഐസോമേഴ്സ് ഇല്ലായിരിക്കുന്നത് ആരൊക്കെയാണ്? മീഥൈൻ, ഈഥേൻ, പ്രൊപ്പൈൻ. ബ്യൂട്ടൈനാണ് 2 ഐസോമർ ഉണ്ടായിരിക്കുന്നത്. നമുക്കിവിടെ ആൽക്കൈൻ ഐസോമർ ഓൺലി ഡിഫർ ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് പ്രൊഡ്യൂസിങ് സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് ബ്രാഞ്ചഡ് ചെയിൻ മോളിക്യൂൾ. സ്ട്രെയിറ്റ് ചെയിൻ ആണ് ബ്യൂട്ടൈൻ്റെ, ഇത് ബ്രാഞ്ചഡ് ചെയിൻ, 3 കാർബൺ, അതുകൊണ്ട് 2 മീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ബ്യൂട്ടൈൻ. C4H10 ഹാസ് 2 ഐസോമേഴ്സ്. ഓർത്തിരിക്കുക, കാണാതെ പഠിക്കുക. ബ്യൂട്ടൈന് 2 ഐസോമർ ഉണ്ട്. സ്ട്രെയിറ്റ് ചെയിൻ, നോ ബ്രാഞ്ച്. ബ്രാഞ്ചഡ് ചെയിൻ വിത്ത് 1 ബ്രാഞ്ച്. The butane and pentanes are distinguished by the prefix normal butane and isobutane. അതുപോലെ നോർമൽ ബ്യൂട്ടൈൻ, ഐസോബ്യൂട്ടൈൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നോർമൽ പെൻറ്റൈൻ ആണെങ്കിൽ 3 എണ്ണം, നോർമൽ പെൻറ്റൈൻ, ഐസോപെൻറ്റൈൻ ആൻഡ് നിയോപെൻറ്റൈൻ. നമുക്ക് കാണാം പെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ അല്ലേ ഐസോമർ. നമുക്ക് നോക്കാം, 5 കാർബൺ. ഇവിടെ പേരന്റ് ചെയിന് 4 കാർബൺ, ഒരു ബ്രാഞ്ചിങ് വന്നു, 2 മീഥൈൽ ബ്യൂട്ടൈൻ. അതിൻ്റെ പേരാണ് 2. പെൻറ്റൈൻ എന്തായി മാറി? ബ്യൂട്ടൈൻ ആയി മാറി. പക്ഷെ വെറും ബ്യൂട്ടൈൻ അല്ല, 2 മീഥൈൽ ബ്യൂട്ടൈൻ. എന്നാലും കാർബണിൻ്റെ എണ്ണം കറക്റ്റാണ്. അടുത്ത സ്ട്രക്ചർ എന്നാന്ന് ചോദിച്ചാൽ ചെയിൻ്റെ എണ്ണം കുറഞ്ഞു, 3 എണ്ണമായി. 3 എണ്ണമായിട്ട് നടുക്കത്തെ കാർബണിൽ നിന്ന് 2 ബ്രാഞ്ചിങ് മീഥൈൽ ഗ്രൂപ്പ് വന്നു. രണ്ടാമത്തെ കാർബൺ 1, 2, 3 രണ്ടാമത്തെ കാർബണിൽ നിന്ന് അതുകൊണ്ട് 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. രണ്ടാമത്തെ കാർബണിൽ നിന്നും 2 മീഥൈൽ ഗ്രൂപ്പ് 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. നമ്മളിപ്പോൾ 3 ഐസോമറെയാക്കാണ് കാണുന്നത് പെൻറ്റൈൻ. ഇപ്പം നമ്മുടെ ബ്യൂട്ടൈന് 2 ഐസോമർ, പെൻറ്റൈന് 3 ഐസോമർ. ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചറൽ ഐസോമറിസം ആൽക്കൈൻസ് കാണിക്കുന്നുണ്ട്. ആൽക്കൈൻസ് കാണിക്കുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഐസോമേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. 4 ആണെങ്കിൽ, നമ്പർ ഓഫ് കാർബൺ ആറ്റം 4 ആണെങ്കിൽ 2, അതാരായിരുന്നു? ബ്യൂട്ടൈൻ. പെൻറ്റൈൻ ആണെങ്കിൽ 5 കാർബൺ ആണ്, അതിൻ്റെ നമ്പർ ഓഫ് ഐസോമർ 3. ഇനി നമുക്കറിയാം 4ഉം 5ഉം കൂടെ കമ്പയർ ചെയ്തപ്പോൾ നമ്പർ ഓഫ് ഐസോമേഴ്സ് കൂടി വരിക. അതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ പറയാം. ദ ലോങ്ങർ ദ ചെയിൻ, ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്.
The longer the chain, the greater the numbers of structural isomers. കാർബണിൻ്റെ എണ്ണം കൂടി വരുമ്പോൾ ഐസോമേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ കാർബൺ 6 ആണെങ്കിൽ അതിൻ്റെ ഐസോമർ 5 ആണ്. ഓക്കെ, കാർബൺ 7 ആണെങ്കിൽ അതിൻ്റെ ഐസോമർ 9 ആണ്. കാർബൺ 8 ആണെങ്കിൽ അതിൻ്റെ ഐസോമർ 18 ആണ്. കാർബൺ 9 ഉള്ള ആൽക്കൈൻ ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ഐസോമർ 35 എണ്ണം ഉണ്ട്. 35 എണ്ണം. 10 ആണെങ്കിൽ 75, 12 ആണെങ്കിൽ 355, അങ്ങനെ അങ്ങ് പോകുന്നു. ഓർത്തിരിക്കുക, ഇത്രയും ഓർത്തിരുന്നാൽ മതി. ആദ്യം ബ്യൂട്ടൈനും പെൻറ്റൈനും ഓർക്കുക. ബ്യൂട്ടൈൻ എത്രയാണ്? 4 കാർബണുള്ള ബ്യൂട്ടൈന് 2 ഐസോമർ, 5 കാർബണുള്ള പെൻറ്റൈന് 3 ഐസോമർ. ദ ലോങ്ങർ ദ ചെയിൻ, ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. With the structural formula C4H10, there are 2 different isomers possible. ആർക്ക്? ബ്യൂട്ടൈന്. As the number of carbon in an alkane increases, the number of structural isomers also increases. നമ്മളിപ്പോൾ ഒരു ആൽക്കൈനെ പരിചയപ്പെടുവാണെങ്കിൽ ആൽക്കൈന് 2 ഇതുണ്ട്. ഒന്ന് പേരന്റ് ചെയിൻ, രണ്ടാമതാണ് സബ്സ്റ്റിറ്റ്യൂവന്റ്. The name of alkane with a branched chain of carbon atom consists of a parent, the name, the longest chain of carbon atoms. അടുത്താണ് സബ്സ്റ്റിറ്റ്യൂവന്റ് നെയിംസ്, the group bonded to the parent chain. സബ്സ്റ്റിറ്റ്യൂവന്റ് നെയിംസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബോണ്ടഡ് ടു ദ പേരന്റ് ചെയിൻ. മെയിൻ ആയിട്ടുള്ള ആളെയാണ് പേരന്റ് ചെയിൻ എന്ന് പറയുന്നു. അടുത്താണ് സബ്സ്റ്റിറ്റ്യൂവന്റ്, ബ്രാഞ്ചിങ്ങിനെയാണ് പറയുന്നത്. ഇവിടെ ആൽക്കൈന് പേര് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, the name of alkane with a branched chain of carbon atom consists of a parent എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം. അടുത്താണ് സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞാൽ the group bonded to the parent chain. ഇപ്പം നമ്മൾ ഇതിന് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇങ്ങനെ ബോണ്ടായിട്ട് ഈ ടെർമിനൽ സൈഡിൽ വന്നിരിക്കുന്നതാണ് CH3. ഇതെല്ലാം 2 എന്നത് CH2, അത് കഴിഞ്ഞ് 3 എന്ന് പറയുന്നത് CH2, അങ്ങനെ അങ്ങ് പോകുന്നു. എന്നിട്ട് അവസാനം ഇവിടെ എന്ത് വരുന്നു? CH3. ഈ അറ്റത്ത് ഏറ്റവും 2 അറ്റത്തും CH3 വരുന്നു. ഓക്കെ, 6 ആക്ട് മോഡലിൽ ആൽക്കൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. A substituent group derived from an alkane by removal of a hydrogen atom, commonly represented by the symbol R, named by dropping the ANE from the name of the parent alkane and adding the suffix YL. Okay, നമുക്ക് ആൽക്കൈൻ്റെ ഈ മാറ്റിയിട്ട് നമ്മുടെ തന്നെ ആൽക്കൈൽ. ഓക്കെ, 2 കോമൺ ബ്രാഞ്ചസ്. ഇത് മീഥൈൽ ഗ്രൂപ്പ്. അതായത് മീഥൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് വന്നത്? 4 കാർബണുള്ള മീഥൈൻ്റെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ടാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നത്. ഇതാണ് ഈഥൈൽ ഗ്രൂപ്പ്, C2H6. ഹൈഡ്രജനെ അങ്ങ് മാറ്റിയിട്ട് CH3CH2, അതാണ് ഈഥൈൽ ഗ്രൂപ്പ്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ്. മീഥൈൽ ഗ്രൂപ്പും ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ്, ദ ജനറൽ ഫോർമുല ഫോർ ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് CnH2n+1. ഒരു ഹൈഡ്രജനാണ് കുറവ്. Since it contains 1 less hydrogen than the parent alkane CnH2n+2. അതായത് ആൽക്കൈൻ്റെ പാരന്റ് ആണ് ആൽക്കൈൽ. ആൽക്കൈൻ്റെ ഫോർമുല CnH2n+2. ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ CnH2n+1. ഇവിടെ the designations given are normal, secondary, tertiary, അങ്ങനെയാണ്. ഇവിടെ നോർമൽ ബ്യൂട്ടൈലാണ് CH3CH2CH2CH3. എന്താണ് ഐസോബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? 2 കാർബൺ, അവിടെ 2 ബ്രാഞ്ചിങ്, മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചിങ് വരുവാണെങ്കിലാണ് ഐസോബ്യൂട്ടൈൽ. ബ്യൂട്ടൈലിലെ നോർമൽ ബ്യൂട്ടൈലും ഐസോബ്യൂട്ടൈലും സബ്സ്റ്റിറ്റ്യൂവന്റ്. ഐസോബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ 4 കാർബൺ തന്നെയാണ്. 4 കാർബണിലെ രണ്ടാമത്തെ കാർബണിൽ നിന്ന് 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ഇനി എന്താണ് ടെർഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? ടെർഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു കാർബണിൽ നിന്ന് ബ്രാഞ്ചിങ് ആയിട്ട് വരുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ. ഇനി അടുത്ത സെക്കൻഡറി ബ്യൂട്ടൈലാണ് നമ്മൾ ഈ കാണുന്നത് സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇതെല്ലാം പലതരത്തിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. The IUPAC name of an alkane with an unbranched chain of carbon atom consists of 2 parts. The prefix, the number of carbon atoms in the chain, suffix ANE shows that the compound is a saturated compound, hydrocarbon. അപ്പോൾ നമുക്ക് IUPAC നെയിം നമ്മൾ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി അനുസരിച്ച് എല്ലാ വസ്തുക്കൾക്കും ഓർഗാനിക് സ്പീഷീസിനും അതിന് കറക്റ്റായിട്ടുള്ള പേരുണ്ട്. ആ പേര് കണ്ടാൽ നമുക്ക് എവിടെയാണെങ്കിലും ആ കോമ്പൗണ്ടിനെ തിരിച്ചറിയാനും ഡിഫൈൻ ചെയ്യാനും സാധിക്കണം. ആ രീതിയിലാണ് പേരിടുന്നത്. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾ അനുസരിച്ച് IUPAC name of an alkane with an unbranched chain of carbon atom consists of 2 parts. ഒന്ന് പ്രിഫിക്സ്, നമ്പർ ഓഫ് കാർബൺ ആറ്റം, മിത്ത് എന്ന് പറഞ്ഞാൽ 1 കാർബൺ ആണ് മിത്ത്. എത്തെന്ന് പറഞ്ഞാൽ 2, അതായത് മീഥൈൻ ആണ് വരുന്നത്. അവിടെ ഇതിൻ്റെ ANE സഫിക്സ് ANE കൊടുക്കുന്നു. ANE എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണെന്ന് പറയുന്നതാണ് ANE.
രണ്ട് ഇത് പ്രിഫിക്സ് സഫിക്സും ഉണ്ട്. പ്രിഫിക്സിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, സഫിക്സിൽ ANE, അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ കാണിക്കുന്നു. നമുക്കൊന്ന് റൂൾസ് ഒക്കെ നോക്കാം. The name for an alkane with an unbranched chain of carbon atom consists of a prefix showing the number of carbon atoms and the ending ANE. For branched chain alkanes, the longest chain of carbon atom is the parent chain and its name is to root name. Okay. അടുത്ത റൂളാണ് നെയിം ആൻഡ് നമ്പർ ഈച്ച് സബ്സ്റ്റിറ്റ്യൂവന്റ് ഓൺ ദ പാരന്റ് ചെയിൻ യൂസ് എ ഹൈഫൻ ടു കണക്ട് ദ നമ്പർ ടു ദ നെയിം. നമുക്കിവിടെ കാണാം 3 കാർബൺ, അതിൻ്റെ പേരൻ്റാണ് പ്രൊപ്പൈൻ. രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഒരു മീഥൈൽ ഗ്രൂപ്പ് 2 മീഥൈൽ പ്രൊപ്പൈൻ. നമുക്ക് അതിൻ്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ നമുക്കിത് ഇങ്ങനെ കാണിക്കാം. ഇതാണ് ബോണ്ട് ലൈൻ സ്ട്രക്ചർ 2 മീഥൈൽ പ്രൊപ്പൈൻ. എളുപ്പമാണ്. ആദ്യം നമ്മൾ പേരൻറ്റിൻ്റെ പേരെഴുതുക, അത് കഴിഞ്ഞ് ബ്രാഞ്ചിങ് എഴുതുക, അങ്ങനെ അങ്ങോട്ട് പേരിടുക. If there is one substituent, number the parent chain from the end that give a substituent the lower number. അതായത് നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്, ആ സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ഇവിടുന്ന് ആ സബ്സ്റ്റിറ്റ്യൂവിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. എന്നിട്ട് ഈ കാർബൺ 1 ഇടണം. ഇത് 2, 3, 4, 5. അല്ലാതെ നമ്മൾ ഈ കാർബൺ 1 ഇട്ടാൽ 1, 2, 3, 4 എന്നായിരിക്കും ഈ CH3ക്ക് വരുന്നത്, 4 അടങ്ങിയ കാർബൺ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. നമ്പർ ദ പാരന്റ് ചെയിൻ ഫ്രം ദ എൻഡ് ദാറ്റ് ഗിവ് ദ സബ്സ്റ്റിറ്റ്യൂവന്റ് ദ ലോവർ നമ്പർ. അതുകൊണ്ടാണ് 2 മീഥൈൽ പെൻറ്റൈൻ. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അതിനെ കിട്ടുന്നത്, 4 മീഥൈൽ പെൻറ്റൈൻ എന്ന് വരും. അതൊരിക്കലും ശരിയല്ല. 4 മീഥൈൽ പെൻറ്റൈൻ എന്ന് വരരുത്. വന്ന ബ്രാഞ്ചിങ്ങിനെ നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ട് അതിന് നല്ല സ്ഥാനം കൊടുക്കുക. ആ സ്ഥാനത്തിൻ്റെ പേരാണ് 2 മീഥൈൽ പെൻറ്റൈൻ, അല്ലാതെ 4 മീഥൈൽ പെൻറ്റൈൻ എന്നല്ല, 2 മീഥൈൽ പെൻറ്റൈൻ. വരുന്ന ആൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ ബോണ്ട് ലൈൻ ഒന്ന് പഠിച്ചിരിക്കണം ആൽക്കൈൻസിൻ്റെ. If the same substituent occurs more than once, ഒന്നിൽ കൂടുതൽ വന്നാൽ number the parent chain from the end that give the lower number of the substituent. Indicate the number of time the substituent occurs by a prefix di, tri, tetra. 2 substituents ഒരുപോലെ വന്നെങ്കിൽ ഡൈ, 3 വന്നെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര, 5 വന്നാൽ പെൻറ്റ, 6 വന്നാൽ ഹെക്സ. ഇങ്ങനെയുള്ള പേര് കൊണ്ട് അതിനെ എത്ര എന്ന് പറയണം. യൂസ് എ കോമൺ ടു സെപ്പറേറ്റ് എ പൊസിഷൻ നമ്പർ. ഇപ്പം നമുക്കിവിടെ ഒരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് ഒന്ന് പേരിടാൻ നോക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6 കാർബൺ. 6 കാർബൺ ആകുമ്പോൾ ഹെക്സൈൻ ആണ് അല്ലേ, ഹെക്സൈൻ. ഇവിടെ ബ്രാഞ്ചിങ് വന്നിട്ടുണ്ടല്ലോ. ബ്രാഞ്ചിങ് വന്നാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം 1, 2, 3, 4, 5, 6. ഓക്കെ, നമുക്ക് അങ്ങനെ ഇവിടെ ലോവസ്റ്റ് നമ്പർ കിട്ടുവാണെങ്കിൽ 2, 4 ഡൈ മീഥൈൽ ഹെക്സൈൻ. 2, 4 2, 4 കാർബണിൽ നിന്ന് 2 മീഥൈൽ ഡൈ മീഥൈൽ ഹെക്സൈൻ. നോട്ട് 3, 5 ഡൈ മീഥൈൽ ഹെക്സൈൻ. എന്താണ് 3, 5 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അറിയാം. ഇവിടുന്ന് ഇടുന്നതെന്ന് വെച്ചാൽ നമ്പർ ഇടുക 1, 2, 3ാമത്തെ കാർബണാണിത്. ഈ 3ാമത്തെ കാർബണിൽ നിന്നും 5ാമത്തെ കാർബണിൽ നിന്നും വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ വന്നിരിക്കുന്ന മീഥൈൽ ഗ്രൂപ്പിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. എന്നിട്ട് 3, 5 എന്നുള്ളതല്ല, 2, 4 ഡൈമീഥൈൽ ഹെക്സൈൻ എന്ന് പറയുന്നതാണ് ഇവിടെ ശരി. ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് പേരിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് പേരിട്ടു. ലോവസ്റ്റ് നമ്പർ വരണം ആൽക്കൈൽ ഗ്രൂപ്പിന്. ഇഫ് ദർ ആർ 2 or more ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ കണ്ടത് ഒരുപോലുള്ള സബ്സ്റ്റിറ്റ്യൂൻസ്, 2 മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ചിങ് ആയിട്ട് വന്നത്. ഇനി ഈഥൈലും മീഥൈലും വന്നു. ഈഥൈലും മീഥൈലും വന്നെങ്കിൽ അവിടെ പണി പ്രശ്നമാവും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ലിസ്റ്റ് ദം ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. മീഥൈൽ, ഈഥൈൽ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആദ്യം വരേണ്ടത്, ഈഥൈൽ. ഈഥൈൽ അല്ലേ, ഈഥൈൽ ആകുമ്പോൾ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് മീഥൈലിനേക്കാളും മുമ്പിൽ ഈഥൈലാണ്. നമ്പർ ദി ചെയിൻ ഫ്രം ദ end that give the lower number to the substituent encountered first. If there are different substituents in equal position on opposite end of the parent chain, give the substituents of lower alphabetical order of the lower number. ഇപ്പോൾ നമുക്ക് ഇവിടെ പേരിടാം. 3 ethyl, 5 methyl heptane. 3 ഇവിടെ നിന്ന് കാണാം. നമുക്ക് ഈഥൈലും മീഥൈലും വന്നു. ഈഥൈലും മീഥൈലും വന്നെങ്കിൽ നമുക്ക് ആദ്യം പേരിടേണ്ടത് ഈഥൈൽ. കാരണം എന്താണ്, ആൽഫബറ്റിക് ഓർഡർ. അന്നേരം എത്രാമത്തെ പൊസിഷനാണ്, 3ാമത്തെ പൊസിഷൻ. അതുകൊണ്ട് 3 ഈഥൈൽ, 5 മീഥൈൽ ഹെപ്റ്റൈൻ. എന്താണ് ഹെപ്റ്റൈൻ? 7 കാർബൺ ഉള്ളതുകൊണ്ടാണ് ഹെപ്റ്റൈൽ വന്നത്.
മൂന്നാമത്തെ കാർബണിൽ നിന്ന് ഈഥൈൽ ഗ്രൂപ്പ് വന്നു, അഞ്ചാമത്തെ കാർബണിൽ നിന്ന് മീഥൈൽ ഗ്രൂപ്പ് വന്നു. 3 ഈഥൈൽ 5 മീഥൈൽ ഹെപ്റ്റൈൻ. ഓക്കെ, അല്ലാതെ നോട്ട് 3 മീഥൈൽ 5 ഈഥൈൽ ഹെപ്റ്റൈൻ നല്ല പേരിടേണ്ടത്. 3 മീഥൈൽ 5 ഈഥൈൽ ഹെപ്റ്റൈൻ നല്ല പേരിടേണ്ടത്. പിന്നെ എന്താണ് 3 ഈഥൈൽ 5 മീഥൈൽ ഹെപ്റ്റൈൻ എന്ന് ഓർത്തിരിക്കുക. Alphabetize the name of substituents first and then insert them prefix. ഇപ്പം നമുക്കിവിടെ വരികയാണ്. എത്ര ബ്രാഞ്ചിങ് ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഈഥൈൽ വന്നു, മീഥൈൽ വന്നു, വേറൊരു മീഥൈൽ വന്നു അല്ലേ. രണ്ടാമത്തെ കാർബണിൽ നിന്ന് 2 മീഥൈൽ ഗ്രൂപ്പ്, നാലാമത്തെ കാർബണിൽ നിന്നാണ് ഈഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പേരിടേണ്ടത്? നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് പേരിടണം. അതിനുവേണ്ടി നമ്മൾ ഈഥൈലിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കുകയാണ്. ഈഥൈലിൽ വരുമ്പോൾ നമുക്ക് പറയാം 4 ഈഥൈൽ 2 നമുക്കിവിടെ വരുവാണ്. നമുക്ക് രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ പേരിടുമ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഈഥൈൽ ഗ്രൂപ്പിനാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? മീഥൈലും വന്നാൽ ഈഥൈൽ നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് 4 1 2 3 4 നാലാമത്തെ കാർബണിൽ നിന്നാണ് 4 ഈഥൈൽ. രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് 2 മീഥൈൽ ഗ്രൂപ്പ്. അതുകൊണ്ട് 2,2 ഡൈ, 2 എണ്ണം ഡൈ മീഥൈൽ ഹെക്സൈൻ. നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾ 2 ഡൈമീഥൈൽ എന്നല്ല കൊടുക്കേണ്ടത്, 2,2 എന്ന് ഓർക്കണം. 2,2 അത് കഴിഞ്ഞ് ഹൈഫനിട്ട് ഡൈമീഥൈൽ ഹെക്സൈൻ. ഓക്കെ, നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ആദ്യം എഴുതുക ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ. ഇപ്പം നമ്മൾ ഈഥൈലും മീഥൈലും വന്നപ്പോൾ ആദ്യം ഈഥൈലിൻ്റെ പേര് എഴുതണം. ഈഥൈലിൻ്റെ പേര് നാലാമത്തെ ഈഥൈലാണേലും അത് ആദ്യം തന്നെ അത് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആൽക്കൈൻസിനെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്ന് പറയുന്നതാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായിരിക്കും പ്രൈമറി എന്ന് പറയുന്നത്? പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രൈമറി കാർബൺ. ഇവിടെ ഇത് പ്രൈമറി കാർബൺ ആണെന്ന് പറയും. എന്തായിരിക്കും? ഈ കാർബണിൽ നിന്ന് ഒരു കാർബണെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രൈമറി കാർബൺ എന്ന് പറയും. CH3 ഈഥൈൻ. ഇനി ഈഥൈൻ്റെ ഒരു ചെറിയ ആളുണ്ടല്ലോ ആൽക്കൈൻ, മീഥൈൻ. മീഥൈൻ നോക്കിയേ, കാർബൺ 4 ബോണ്ടിലും ഹൈഡ്രജൻ. അതുകൊണ്ട് അത് നമുക്ക് പറയാം നോ കാർബൺ കണക്റ്റഡ്. അതുകൊണ്ട് പ്രൈമറി അല്ല മീഥൈൻ എന്ന് പറയുന്നത്. മീഥൈൻ അത് വെറും മീഥൈൻ. എന്നാൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ വേറൊരു കാർബണുമായിട്ട് ഇന്ന് കാർബണിൻ്റെ 4 ബോണ്ടിൽ ഒരു ബോണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനാണ് പ്രൈമറി കാർബൺ എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കാർബൺ 2 കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സെക്കൻഡറി കാർബൺ എന്ന് പറയുന്നത്. ടേർഷറി എന്തായിരിക്കും? നമുക്കിവിടെ കാണുന്നത് ടേർഷറിയാണ്. ഈ ചുമന്ന കാർബൺ 3 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ടേർഷറി എന്ന് പറയുന്നത്. ഇനി കോട്ടണറി ഉണ്ട്. കോട്ടണറി കാർബൺ എന്തായിരിക്കും? ഈ കാർബൺ 4 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കോട്ടണറി കാർബൺ. നമുക്ക് പറയാം മീഥൈൻ നോ കാർബൺ കണക്റ്റഡ്, ഈഥൈൻ 1 കാർബൺ കണക്റ്റഡ്, സെക്കൻഡറിക്കകത്ത് 2 കാർബൺ കണക്റ്റഡ്, ടേർഷറി ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ കണക്റ്റഡ്. കോട്ടണറി ഉണ്ട്. കോട്ടണറിക്കകത്ത് നമുക്ക് 4 ബോണ്ടിൽ 4 കാർബൺ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആകുന്നതിനെയാണ് കോട്ടണറി കാർബൺ എന്ന് പറയുന്നത്. നമ്മളിപ്പം പഠിച്ച പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ഇതാണ് എല്ലായ്പ്പോഴും പലതരത്തിലുള്ള രീതിയിൽ ചോദിക്കാം. എന്താണ് പ്രൈമറി ആൽക്കഹോൾ, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. Based upon the number of carbon atom attached to carbon atom, the carbon atom is termed as primary, secondary, tertiary or quaternary. Carbon atom attached to no other carbon atom is in methane or to only one carbon atom is in ethane is called a primary carbon atom. Terminal carbon atoms are always primary. Carbon atom attached to 2 carbon atom is known as secondary. Tertiary carbon is attached to 3 carbon. നമുക്ക് ഇവിടെ കാണാം, ഇവിടെ സെക്കൻഡറി കാർബൺ ആണ് ഇത്. എന്താണ്? ഈ കാർബൺ 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതും സെക്കൻഡറി ആണ്, കാരണം ഈ കാർബൺ അടുത്ത 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത് ടേർഷറി ആണ്. എന്തായിരിക്കും ടേർഷറി? ഇവിടെ ഈ കാർബണ് 1 2 3 കാർബൺ. കോർഡിനറി കാർബൺ ആണ് ഇത്. ഈ കാർബൺ 1 2 3 4 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതുകൊണ്ടാണ് കോർഡിനറി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് കാർബണെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്ന് പറഞ്ഞുള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് തിരിക്കുന്നത്, ആൽക്കൈനായിട്ട് തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹൈഡ്രോകാർബൺസിൻ്റെ ആൽക്കൈൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. നിങ്ങൾ
NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.